എല്ലാവർക്കും വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 10th ക്ലാസ്സിലെ കുട്ടികളുടെ 4ാമത്തെ കെമിസ്ട്രി ചാപ്റ്ററായ കാർബണൈഡ്സ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന പോർഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചെയ്ത് പഠിച്ചു വരുമ്പോഴേ അത് നമുക്കൊരു പ്രാക്ടീസ് ആകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഹാലജൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു, ആൽക്കഹോളും കംപ്ലീറ്റ് ചെയ്ത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഡിഹൈഡ് ആണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ആൽഡിഹൈഡ് എന്നാണ് കേട്ടോ. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമായിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ CHO എന്നതാണ് ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. നമ്മളല്ലാണ്ട് അത് എന്താ സ്ട്രക്ചറായിട്ട് പറയുകയാണെങ്കിൽ C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും കൂടെ ഒരു ബോണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം 4 ബോണ്ട്, ഏകദേശം അല്ല 4 ബോണ്ടായി. അതാണ് നമ്മുടെ ആൽഡിഹൈഡ്. ഓക്കെ, അപ്പം ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ പേരിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, AL എന്നത് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ മീഥേൻ എടുത്തിട്ടാണ്. ഓക്കെ, മീഥേൻ ഇത് നമ്മുടെ ഫസ്റ്റ് കാർബൺ ചെയിൻ ആണല്ലോ. കാർബൺ ഹൈഡ്രജൻ വരുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൻ ആണ് മീഥേൻ എന്ന് പറയുന്നത്. ഈ മീഥേനകത്തോട് നമുക്ക് എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കണം, ആൽഡിഹൈഡ് എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. അപ്പം ഇവിടെ ഒരു ഹൈഡ്രജൻ്റെയും കൂടെ കുറവ് വന്നാൽ മതി. ഇത് ഏതായി, മെഥനാൽ. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ്, മെഥനാൽ. കാരണം ഇവിടുത്തെ നമ്മുടെ ഈ കാർബൺ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന കാർബണിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയിൻ എണ്ണി എടുക്കുന്നത്. അപ്പം മെത്തനാൽ എന്ന് പറയുമ്പം അതിനകത്ത് ഒരു കാർബൺ ഓൾറെഡി നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ഉണ്ട്, അതിനെയും കൂടെ ചേർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എണ്ണി എടുക്കാൻ. അപ്പം ഇതിൻ്റെ പേര് ഞാൻ പറയുന്നു മെത്തനാൽ എന്ന്. അപ്പം ഇത് മെത്തനാൽ അല്ലായിരുന്നുവെങ്കിൽ അത് എന്താണ്, മീഥേൻ ആയിരിക്കണം അല്ലെ. അപ്പൊ മീഥേൻ എന്നതിനകത്ത് ഈ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, മൈനസ് ചെയ്തിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, AL ആഡ് ചെയ്ത് കൊടുക്കണം. AL ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം എൻഡിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്താ, സഫിക്സ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുന്നേ ആയിരുന്നു നമ്മൾ അതിനെ എന്തെന്ന് പറഞ്ഞു, പ്രിഫിക്സ് എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, സഫിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ആ കാർബണിന്റെ ലോങ് ചെയിൻ്റെ പേര് എഴുതുക, ലാസ്റ്റ് മൈനസ് ചെയ്യുക, ദെൻ അതിനകത്ത് AL ആഡ് ചെയ്ത് കൊടുക്കുക, മെത്തനാൽ. ഇനിയിപ്പം 2 കാർബൺ ഉണ്ട് എന്ന് കരുതുക. എന്ന് വെച്ചാൽ അതിന്റെ പേര് എന്തായിരിക്കണം, എത്തനാൽ എന്നതായിരിക്കണം അതിന്റെ പേര്. അപ്പം ഓൾറെഡി നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H എന്നത് നമ്മുടെ ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം മൊത്തത്തിൽ എത്ര ബോണ്ടായി, 2, 3, 4 ബോണ്ട് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഇനി അവിടെ എന്തിന്റെ ആവശ്യമില്ല, ഹൈഡ്രജന്റെ ആവശ്യം ഇല്ല. ഇവിടെ എല്ലാം എന്തുണ്ട്, ഹൈഡ്രജൻ വരണം. അപ്പം എണ്ണി എടുക്കുമ്പം ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണിനെയും കൂടെ ചേർത്ത് വേണം എന്ത് ചെയ്യാൻ, എണ്ണാൻ. അപ്പം 1, 2, എത്ര കാർബണായി, 2. അപ്പൊ നമ്മുടെ വേർഡ് റൂട്ട് എന്താണ്, എത്ത്. കാർബൺ ഇടയിൽ എന്ത് ബോണ്ടാ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN നമ്മൾ ലാസ്റ്റത്തെ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു എന്ന് കരുതുക. അപ്പൊ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, CHO അല്ലെങ്കിൽ ആൽഡിഹൈഡ്. അപ്പൊ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു AL അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പേരെന്താണ്, എത്തനാൽ. പേരെന്ത് വരണം, എത്തനാൽ എന്നതാണ് ഇവിടുത്തെ പേര് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത് വരുന്നതിന്റെ പേരെന്തായിരിക്കണം, പ്രൊപ്പനാൽ. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പും കൂടെ ചേർത്ത് എത്ര കാർബൺ, 3 കാർബൺ. ആൽഡിഹൈഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം എൻഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻഡിൽ തന്നെ വേണം ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കാൻ. C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H എന്നത് നിങ്ങൾ എവിടെ കൊടുത്തിരിക്കണം, എൻഡിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അതായത് ഈ 2 കാർബൺ ഇടയ്ക്ക് നടുക്കിരിക്കട്ടെ എന്ന് കരുതി കൊടുക്കരുത്. അതെന്താണ്, ആൽഡിഹൈഡിന്റെ കാര്യത്തിൽ തെറ്റാണ്. കീറ്റോൺ പഠിക്കുമ്പോൾ നമുക്ക് ആ കാരണം വ്യക്തമാകും. അപ്പം ഈ ഒരു കാർബൺ മൊത്തത്തിൽ 3 എണ്ണം ഇപ്പൊ പ്രൊപ്പ്, ബാക്കിയുള്ളത് ഇവിടുത്തെ 2 ബോണ്ടിന്റെ കുറവ്, ഇവിടെ 3 ബോണ്ടിന്റെ കുറവ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രൊപ്പനാൽ. ഇതിന്റെ പേരെന്താണ്, പ്രൊപ്പനാൽ. മീൻസ് പ്രൊപ്പൈൻ, ലാസ്റ്റത്തെ മൈനസ് ചെയ്തിട്ട് AL ആഡ് ചെയ്ത് കൊടുത്തു, പ്രൊപ്പനാൽ. എൻഡിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് അത് എന്താണ്, സഫിക്സ് ആയിട്ടാണ് വരുന്നത്.
ഇപ്പം നമ്മുടെ മെയിൻ ചെയിൻ എണ്ണിയെടുക്കുക, ഫംഗ്ഷണൽ ഗ്രൂപ്പിനെയും കൂടെ ചേർത്തുള്ള കാർബൺ എണ്ണിയെടുക്കണം, എന്നാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഫംഗ്ഷണൽ ഗ്രൂപ്പും കൂടെ ചേർത്ത് ഇവിടെ 3 കാർബണാണ് ഉള്ളത്, അതുകൊണ്ട് പ്രൊപ്പ്. ആൽഡിഹൈഡ് ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നതുകൊണ്ട് അതിനകത്ത് ആൽ എന്നത് ആഡ് ചെയ്ത് കൊടുത്തു, പ്രൊപ്പനാൽ എന്നത് അവിടെ വരുന്നുണ്ട്. അപ്പം കാർബൺ ഇടയ്ക്ക് എന്താണ് സിംഗിൾ ബോണ്ട്. അപ്പം ANEയിൽ എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ E നമ്മൾ മൈനസ് ചെയ്തിട്ട് AL ആഡ് ചെയ്ത് കൊടുത്തു, പ്രൊപ്പനാൽ. അപ്പം അടുത്ത എന്തായിരിക്കണം, ബ്യൂട്ടനാൽ. നെക്സ്റ്റ് പെൻഡനാൽ, ഹെക്സനാൽ, ഹെപ്റ്റനാൽ. അങ്ങനെ അത് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം ആൽഡിഹൈഡ് എന്നതിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് CHO എന്നതാണ് അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H, പിന്നെ അത് കാർബണിന് ഒരു ബോണ്ടും കൂടെ വരുന്നുണ്ട്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഡിഹൈഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആണ് അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ എൻഡിൽ വേണം ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ എന്ത് ചെയ്യാൻ, മെയിൻ ചെയിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതിനെ നെയിം ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷണൽ ഗ്രൂപ്പിനെയും കൂടെ ചേർത്ത് വേണം മെയിൻ ചെയിൻ നമ്മൾ എന്ത് ചെയ്യാൻ, എണ്ണിയെടുക്കാൻ, എന്നാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ആൽക്കഹോളും അല്ലെങ്കിൽ ഹാലജൻസും ചെയ്തെടുത്ത് നമുക്ക് കാർബൺ അവിടെ വരാത്തതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമില്ല. പക്ഷേ ആൽഡിഹൈഡ് തൊട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫംഗ്ഷണൽ ഗ്രൂപ്പിലെ കാർബണിനെയും കൂടെ കൗണ്ട് ചെയ്താൽ മാത്രമേ മെയിൻ ചെയിൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഫംഗ്ഷണൽ ഗ്രൂപ്പിനെയും കൂടെ ചേർത്ത് വേണം അത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ് ഇങ്ങനെ പോകുമ്പം എണ്ണിയെടുക്കാൻ. ലാസ്റ്റ് പേര് എൻഡ് ചെയ്യുന്നത് ആലിലായതുകൊണ്ട് അതെന്തായിരിക്കണം, അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആയിരിക്കണം. ആൽഡിഹൈഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് CHO ആണ്. ആൽഡിഹൈഡ് എന്നതിനകത്ത് AL ആണ് നമ്മൾ ആ മെയിൻ ചെയിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പോർഷൻ ക്ലിയർ ആണ് എന്ന് കരുതുന്നു. താങ്ക് യു.